നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം ഹൂത്തി വിമതർ വീണ്ടും ചെങ്കടലിൽ ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിൽ ഇസ്രായേൽ സൈന്യം അവിടേക്ക് വീണ്ടും അവരുടെ ശക്തികേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തണമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അമേരിക്കയുമായി ദീർഘമായ ചർച്ചകളിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ. അമേരിക്കൻ നാവിക സേനയുടെ പടുകൂറ്റൻ കപ്പലുകളാണ് ഇപ്പോൾ ചെങ്കടലിൽ വിന്യസിച്ചിരിക്കുന്നത്. ഈ കപ്പലുകൾ ആക്രമിച്ചു എന്നാണ് ഹൂത്തികൾ അവകാശപ്പെടുന്നതെങ്കിൽ പോലും അതിൻ്റെ 7 അയലത്ത് പോലും അവർക്ക് അവരുടെ ഡ്രോണുകൾക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന ഇസ്രായേലിൻ്റെ ചോദ്യത്തിന് അമേരിക്ക കൊടുത്ത വ്യക്തമായ ഒരൊറ്റ മറുപടിയേ ഉള്ളൂ: ഹൂത്തികളെ നിങ്ങൾ ആക്രമിക്കേണ്ടതില്ല, അവരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നാണ്. അതായത് ഹൂത്തി വിമതരുടെ കഥ കഴിക്കുന്ന കാര്യത്തിൽ അമേരിക്ക തീരുമാനമെടുത്ത് കഴിഞ്ഞു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ തോതിലുള്ള ആക്രമണമാണ് ഹൂതി താവളങ്ങളിലേക്ക് അമേരിക്ക നടത്തിയത്. യമനിലെ സനായിലുള്ള ഹുദൈദ തുറമുഖമൊക്കെ തന്നെ പൂർണ്ണമായും അമേരിക്കയുടെ ആക്രമണത്തിൽ തകരുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അമേരിക്ക ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നത് ഇതേ കാര്യം തന്നെയാണ്. നിങ്ങളിനി ഹൂത്തികളെ സഹായിക്കരുത്, അവരെ ഞങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കാൻ പോവുകയാണ്, നാമാവശേഷമാക്കാൻ പോവുകയാണ്. നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇനി ഹൂത്തികളെ പ്രോത്സാഹിപ്പിക്കരുത്. നിങ്ങൾ അവിടേക്ക് ആയുധം നൽകുന്നത് കുറച്ചിട്ടുള്ളത് ഞങ്ങൾക്കറിയാം, പക്ഷേ ഇപ്പോഴും ആയുധം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണ്. അതുകൊണ്ട് അടിയന്തരമായി ഇത് അവസാനിപ്പിക്കുക എന്നാണ് അമേരിക്ക കൊടുത്ത നിർദ്ദേശം. ഏതായാലും അമേരിക്കയുടെ നിർദ്ദേശം കേട്ട് ഇറാൻ ആകെ വരണ്ടു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം. അവർ പരമാവധി ഹൂത്തി വിമതരോട് ആക്രമണത്തിൻ്റെ ശക്തി കുറയ്ക്കാൻ, അല്ലെങ്കിൽ ആക്രമണം ഇല്ലാതാക്കാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പ്രധാനമായി അവർ ഒമാൻ്റെ സഹായമാണ് തേടിയിരിക്കുന്നത്. ഒമാൻ പ്രതിനിധികളോട് എങ്ങനെയെങ്കിലും ഹൂത്തി വിമതരോട് ചർച്ച ചെയ്ത് ചെങ്കടലിൽ നടത്തുന്ന ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണം എന്നാണ് ഇപ്പോൾ ഇറാനും ആവശ്യപ്പെടുന്നത്. കാരണം ഹൂത്തി വിമതർ ഇനി അങ്ങോട്ട് നടത്തുന്ന ഓരോ ആക്രമണവും അത് ഇറാൻ നടത്തുന്ന ആക്രമണമായി കണക്കാക്കും എന്ന് തന്നെയാണ് നേരത്തെ ഡൊണാൾഡ് ട്രംപും അമേരിക്കയിലെ മറ്റ് പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളുമൊക്കെ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഹൂത്തികൾ ആക്രമണം അഴിച്ചുവിട്ടാൽ അമേരിക്ക ഇറാനെ ആക്രമിക്കും എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയത്തിനും ഇനി ഇടയില്ല എന്നുള്ളത് 100% ഉറപ്പായ കാര്യമാണ്. പലപ്പോഴും ഇറാനാണ് ഈ തീവ്രവാദ സംഘടനകൾക്കെല്ലാം ആയുധവും പണവും പരിശീലനമൊക്കെ നൽകുന്നത് എന്ന് പരസ്യപ്രഖ്യാപനം അമേരിക്ക നടത്താറില്ലെങ്കിൽ പോലും ഇപ്പോൾ അവരും ആ ഒരു ലൈനിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ ജോ ബൈഡന് പകരം ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റ് ആയതോടുകൂടി ഇനി ഹൂത്തി വിമതരെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇസ്രായേലിനോട് ഇപ്പോൾ അമേരിക്ക ആവശ്യപ്പെടുന്നത്: നിങ്ങൾ ഹൂത്തി വിമതരുടെ കാര്യം നോക്കേണ്ടതില്ല, ചെങ്കടലിലുള്ള അവരുടെ എല്ലാ ശക്തി കേന്ദ്രങ്ങളും, അതല്ലെങ്കിൽ യമനിലെ അവരുടെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ എല്ലാം തന്നെ ഞങ്ങൾ തകർത്ത് തരിപ്പണമാക്കും, അവസാനത്തെ ഹൂത്തി വിമതരെ ഞങ്ങൾ ഇല്ലാതാക്കും എന്നുള്ളതാണ് അവരുടെ പ്രതിജ്ഞ. 2021 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ കടന്നു കയറി ആക്രമണം നടത്തിയതിന് തൊട്ട് പിന്നാലെയാണ് ഹൂത്തി വിമതർ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിന് നേർക്ക് യുദ്ധം ആരംഭിച്ചിരിക്കുന്നത്. ആദ്യം ചെങ്കടൽ വഴി കടന്നു പോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളാണ് അവർ ആക്രമിച്ചിരുന്നത്. പിന്നീട് എല്ലാ കപ്പലുകളെയും ആക്രമിക്കാനും പിടിച്ചെടുക്കാനും ഒക്കെ അവർ തുടങ്ങിയിരുന്നു. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം ശക്തമാകുമ്പോൾ ഹൂത്തി വിമതരും രംഗത്തെത്തിയിരിക്കുകയാണ്. അമേരിക്ക ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയൊക്കെ കാര്യം ഇസ്രായേൽ നോക്കിക്കോട്ടെ, ഹൂത്തി വിമതരുടെ കാര്യം ഞങ്ങൾ ഏറ്റു എന്നാണ്. ഹൂത്തി വിമതർ ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും അപരിഷ്കൃതമായ, അതല്ലെങ്കിൽ പ്രാകൃതമായ രീതികളുമായി നടക്കുന്ന ഒരു വലിയ വിഭാഗമാണ്. എങ്കിലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇവർ ഉയർത്തുന്ന ഭീഷണി ചെറുതല്ല. വ്യാപകവും വിപുലവുമായ തോതിൽ ഹൂതികളുടെ കേന്ദ്രങ്ങളൊക്കെ ആക്രമിച്ചു എങ്കിൽ പോലും അവർ ഇപ്പോഴും തിരിച്ചടിക്കുന്നുണ്ട് എന്നുള്ളത് ഇസ്രായേലിനെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 2 ബാലിസ്റ്റിക് മിസൈലുകളാണ് അവർ ഇസ്രായേലിലേക്ക് അയച്ചത്. ഇതിന് തിരിച്ചടിയായി എത്രയും വേഗം ശക്തമായ ആക്രമണം നടത്തേണ്ടതുണ്ടോ എന്ന് അമേരിക്കൻ അധികൃതരുമായി നടത്തിയ ചർച്ചയിലാണ് അമേരിക്ക അവരുടെ നയം വ്യക്തമാക്കിയത്. നിങ്ങൾ ഹമാസിനെയും ഹിസ്ബുള്ളയും മാത്രം കൈകാര്യം ചെയ്താൽ മതി, ഹൂത്തികളുടെ കാര്യം ഞങ്ങൾ ഏറ്റു എന്നുള്ളത്. ഏതായാലും ഇറാനും പേടിച്ച അവസ്ഥയിൽ തന്നെയാണ്. എത്രയും വേഗം ഇതിനൊരു പരിഹാരമുണ്ടായില്ലെങ്കിൽ അത് ഇറാൻ്റെ സർവ്വനാശത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും എന്നുള്ളത് അവർക്ക് നന്നായിട്ടറിയാം. ഡൊണാൾഡ് ട്രംപാണ് അമേരിക്ക ഭരിക്കുന്നത് എന്നും അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾക്കും കനത്ത തിരിച്ചടി തന്നെയായിരിക്കും നൽകുക. അതിന് യാതൊരു മുന്നറിയിപ്പും കാണില്ല എന്നും തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ പ്രസ്ഥാനങ്ങളും ഇവർ തീർത്ത് ഇല്ലാതാക്കും എന്ന് ഇറാൻ നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇപ്പോൾ ഹൂത്തികളുടെ കൈയും കാലും പിടിക്കാനും അതിനുവേണ്ടി അവർ ഒമാൻ്റെ സഹായം തേടാനുമൊക്കെ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഏതായാലും അമേരിക്കയുടെ സന്ദേശം വ്യക്തമാണ്: നിങ്ങൾ ഇനി മുതൽ ഹൂത്തികളുടെ കാര്യത്തിലൊന്നും ചിന്തിക്കേണ്ടതില്ല, ചിന്തിച്ച് തല ഉണ്ടാക്കേണ്ടതില്ല, ഞങ്ങൾ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കും എന്ന് തന്നെയാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ ഇസ്രായേലിനെ നൽകിയിരിക്കുന്ന ഈ സന്ദേശത്തിൻ്റെ യഥാർത്ഥ അർത്ഥം.